ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാദമി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യശാസ്ത്രത്തിൽ ജോഗ്രഫി സെക്ഷനിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമ്മുടെ LPSA UPSAയുടെ അവസാന റെഗുലർ ഓൺലൈൻ ബാച്ച് നമ്മുടെ ടോസ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ടോസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് MCQകൾ അതുപോലെ ടീച്ചേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകൾ, കൃത്യമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിക്കേഷൻസ്, എക്സാംസ്, വീക്ക്ലി എക്സാംസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ടോസ് അക്കാദമിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സ്വപ്നം കണ്ട ജോലിയിലേക്ക് നമുക്ക് ടോസ് അക്കാദമിയിലൂടെ മുന്നേറാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും പഴയ ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടും. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സുകളിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷനിൽ നമുക്ക് ഡെക്കാൻ പീഠഭൂമി, ഉത്തര മഹാസമതലം, തീരസമതലങ്ങൾ, ഹിമാലയൻ പർവ്വത മേഖല എന്ന് പറഞ്ഞ 4 ഓപ്ഷനുകളാണുള്ളത്. എന്താണ് ഉത്തരമായിട്ട് വരിക? ഉത്തര മഹാസമതലമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ആ ഉത്തര മഹാസമുദ്രം, നോർത്തേൺ പ്ലെയിനുകൾ വരുന്നത് അല്ലെ. വളരെ ഫലഭൂയിഷ്ഠമായ എക്കൽ മണ്ണ് നിക്ഷേപം വളരെയധികം കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഏതാണ്? ഉത്തര മഹാസമതലം. അടുത്തത്, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ റീഗർ മണ്ണ് ഏതാണ് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ക്വസ്റ്റിനിൽ തന്നെ ഉണ്ട്. എന്താണ്? കറുത്ത മണ്ണിനെയാണ് നമ്മൾ റീഗർ മണ്ണ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ചോദ്യം എന്താണ്? റീഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി. പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എന്ത്? കറുത്ത മണ്ണ്, അല്ലെങ്കിൽ റീഗർ മണ്ണ്, ചെർണോസൈം എന്നൊക്കെ അറിയപ്പെടുന്ന കറുത്ത മണ്ണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ഏതാണ്? മേഘാലയ, മൃഗങ്ങളുടെ ആലയം, അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൗസിൻഡ്രം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് മേഘാലയ സംസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ലോക ഓസോൺ ദിനം എന്നാണ് എന്നുള്ള ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം. ഓപ്ഷനിൽ ജൂൺ 16, ജൂൺ 5, നവംബർ 5, സെപ്റ്റംബർ 16, 4 ഓപ്ഷനാണുള്ളത്. ഏതാണ് ഉത്തരം? അറിയാവുന്നവർ മനസ്സിൽ ഉറപ്പിക്കുക. ഏതാണ്? സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ആണ് ലോക ഓസോൺ ദിനമായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് അല്ലെ. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണുന്നത്. അപ്പൊ ആ കാര്യമൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കില, നാഥുല, സോജില, ലിപ്പുല. ഏതാണ് ഉത്തരം? സോജിലയാണ് കേട്ടോ. സോജിലയാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഈ ചുരങ്ങളുടെ പോർഷൻ പലപ്പോഴും നമ്മൾ വിട്ടുകളയും, പഠിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് വിട്ടുകളയും. പക്ഷെ ഈ ചുരങ്ങളുടെ ആ ഒരു പോർഷൻ നിങ്ങൾ കുറച്ച് എഫോർട്ട് ഇട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും പഠിക്കുകയാണെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് എഫോർട്ട് ഇട്ടിട്ടാണെങ്കിലും ആ ചുരങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ, ഈ ഒരു 4 എണ്ണമായാലും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഷിപ്കില, നാഥുല, ലിപ്പുല. ഇത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചുരങ്ങളാണ് ഈ 4 എണ്ണം. അപ്പൊ ഈ 4 ചുരങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോജില, ശ്രീനഗർ, കാർഗിൽ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് ഷിപ്കിലയാണ്. ഷിപ്കില ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയുമാണ് ബന്ധിക്കുന്നത്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാഥുലയോ? നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നതാണ് നാഥുല. ഇനി ലിപ്പുലേക്കാണെങ്കിലോ? ലിപ്പുല ചുരം എന്നൊക്കെ നമ്മൾ പറയും. ലിപ്പുല ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ
ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചുരങ്ങൾ, ഈ 4 ചുരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അഥവാ ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ 4 മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? നമുക്ക് പ്രധാനമായിട്ടും 3 കാർഷിക കാലങ്ങളാണുള്ളത്. ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറഞ്ഞ 3 കാർഷിക കാലഘട്ടങ്ങളാണുള്ളത്. അതിൽ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന ആ ഒരു രീതി, ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഖാരിഫ് ആണ് കേട്ടോ. ഖാരിഫ് വിളകളാണ് നമ്മൾ ജൂൺ മുതൽ നവംബർ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. അതായത് മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൃഷി രീതിയാണ് ഖാരിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? ബ്രഹ്മപുത്ര നദിയുമായിട്ട് ബന്ധപ്പെട്ട് സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത് എന്നുള്ളതാണ് ചോദ്യം. നാഷണൽ വാട്ടർവേസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഏതാണ്? NW1, NW2, NW3, NW4 എന്ന് പറയുന്ന 4 ഓപ്ഷനുകളാണ് നമുക്കുള്ളത്. ഏതാണ് ഉത്തരം? NW2 ആണ് അല്ലെ, സാദിയ ടു ധൂബ്രി. ഇനി NW1 നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുന്നത് ഏതാണ്? അലഹബാദ് മുതൽ ഹാൽദിയ വരെ നീളുന്ന ആ ഒരു നാഷണൽ വാട്ടർവേ ആണ് NW1 എന്നറിയപ്പെടുന്നത്. NW2 കുറിച്ചാണ് നമ്മുടെ ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്. NW2 സാദിയ മുതൽ ധൂബ്രി വരെയാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഒരു എത്ര തവണ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റില്ല. അതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളെ കുറിച്ചുള്ളത്. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളെ കുറിച്ചായിരിക്കും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിലെ ഉത്തരം ഏതായിരിക്കും? കബനിയാണ് അല്ലെ, കബനിയാണ്. നമുക്ക് 44 നദികളാണുള്ളത്. അതിൽ 41 പടിഞ്ഞാറോട്ടാണ് കേരളത്തിൽ ഒഴുകുന്നത്, 3 മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നീ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഏതാ? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഉത്തരം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഈ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. കാരണം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ബേസ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. അതായത് എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, ഇത്തരം ചോദ്യങ്ങൾ ഒരു കാരണവശാലും നമുക്ക് തെറ്റുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ബേസ് എപ്പോഴും സ്ട്രോങ് ആയിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പഠനത്തിലേക്ക് പോകാവുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിനുശേഷം നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏത്? ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്, ചെട്ടിയാഞ്ചൽ കുന്നുകൾ കർണാടകത്തിലെ ബ്രഹ്മഗിരി വനം, പശ്ചിമഘട്ടത്തിലെ ശിവഗിരി മുടി. ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം വരുന്നത് അല്ലെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് നീണ്ടകര? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. ഇനി അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി, പാമ്പാടുംചോല, ഇരവികുളം, ആനമുടിച്ചോല. 4 ഓപ്ഷൻസ് ഉണ്ട്. ഉത്തരം ഇരവികുളമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. നമുക്ക് 6 ദേശീയോദ്യാനങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടച്ചോല, മതികെട്ടാൻചോല, ആനമുടി, പെരിയാർ. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദേശീയോദ്യാനങ്ങൾ അല്ലെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. വിന്ധ്യ പർവ്വതനിര അല്ലെ, ഇന്ത്യൻ ഉപദ്വീപ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇന്ത്യ പൂർണ്ണമായിട്ട് ഇന്ത്യ വരയ്ക്കുകയാണെങ്കിൽ അല്ലെ, ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വിന്ധ്യ റേഞ്ചസ് വരുന്നത്. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ ഇത്രയും ഭാഗത്ത് നീണ്ടു കിടക്കുന്ന ആ ഒരു പീഠഭൂമി അതേതാണ്? അത് ഡെക്കാൻ പീഠഭൂമിയാണ് അല്ലെ, ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ത്രികോണ ആകൃതിയിലാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിലും ഡെക്കാൻ പീഠഭൂമി തന്നെയാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണെന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിന്റെ എല്ലാ ഉത്തരം ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ ഇതിന്റെ പൊസിഷൻ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം വരെ ഇത്രയും ഭാഗത്ത് വ്യാപിച്ചു കിടക്കുന്ന ആ ഒരു പ്രദേശമാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഓപ്ഷനിൽ സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഇത്തരം ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്.
അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം അല്ലേ? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിൽ നമുക്ക് ഈ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ഇതിനെയൊക്കെ നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ റിന്യൂവബിൾ റിസോഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തോന്നാം, പക്ഷെ ഓർത്തിരിക്കുക, പാരമ്പര്യേതരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിന്യൂവബിൾ ആയിട്ടുള്ള നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന അത്തരം സോഴ്സുകളെയാണ് നമ്മൾ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളായിട്ട് കാണുന്നത്. ഇനി പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളായിട്ട് കാണുന്നോ? പരമ്പരാഗതമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓയില്, നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കോള്, കൽക്കരി, ഇതൊക്കെ എന്താണ് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. സൗരോർജ്ജം, ജൈവവാതകവും സൗരോർജ്ജവും, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം. അപ്പൊ ഈ 3 ഓപ്ഷൻസും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? സി. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 1, 2 and 3. ഇത് 3ഉം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത, ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കുവെക്കുന്ന അയൽ രാജ്യങ്ങൾ. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ചെറിയൊരു ചിത്രമാണെങ്കിലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പറയാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഓപ്ഷൻ നോക്കുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഇതിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത്? ചൈനയുണ്ട്, നേപ്പാളുണ്ട്, പാകിസ്ഥാനുണ്ട്, ഭൂട്ടാനുണ്ട്. 4 നമ്മുടെ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിൽ ഈ കാണുന്നതാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ബംഗ്ലാദേശ് ആണ് ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അപ്പൊ ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈ പറയുന്ന 4 രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഓക്കെ, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. മണികരൺ എന്ന് പറയുന്ന ആ ഒരു താപോർജ്ജ കേന്ദ്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കർണാടകം, കേരളം, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്. ഏത് സംസ്ഥാനത്താണ്? മണികരൺ ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് ഓർത്തു വെക്കുക കേട്ടോ. മണികരൺ താപോർജ്ജ കേന്ദ്രം ഹിമാചൽ പ്രദേശ്. ഇനി അടുത്ത ചോദ്യം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. എക്കൽ നിക്ഷേപങ്ങൾ അല്ലെ, എക്കൽ നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് പ്രദേശത്താണ് നമുക്കറിയാം അല്ലെ? ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? ഉത്തര മഹാസമുദ്രം, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങൾ, ഡെക്കാൻ പീഠഭൂമി. എവിടെയാണ്? ഉത്തര മഹാസമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ എക്കൽ നിക്ഷേപങ്ങൾ വരുന്നത് അല്ലെ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെയൊക്കെ എക്കൽ നിക്ഷേപങ്ങൾ അത് വന്ന് അടിഞ്ഞുകൂടി രൂപപ്പെട്ട ആ ഒരു സമതലമാണ് നമ്മുടെ ഉത്തര മഹാസമുദ്രം എന്ന് പറയുന്ന ഫലഭൂയിഷ്ഠമായിട്ടുള്ള ആ ഒരു ഭാഗം. ഇനി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ് എന്നാണ് ചോദ്യം. അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഏത് അക്ഷാംശ രേഖയാണ്? ഓപ്ഷനില് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത്, ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി നോർത്ത്, ആർട്ടിക് വൃത്തം 66.5 ഡിഗ്രി നോർത്ത്, അന്റാർട്ടിക് വൃത്തം 66.5 ഡിഗ്രി സൗത്ത്. അപ്പൊ ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇവിടെ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരവായിട്ട് വരിക? ഇതിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് ആണ്. 23.5 ഡിഗ്രി നോർത്ത് ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? NH1, NH44, NH6, NH8. ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഉത്തരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത NH44 ആണ്. NH44 എവിടം തൊട്ട് എവിടം വരെയാണ്? ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് NH44 വരുന്നത്. ഓക്കെ, ഈ NH എന്ന് പറയുന്നത് നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത് വളരെ അല്ലെ, നമുക്ക് ഇങ്ങനെ ഓർത്തു വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എങ്കിലും ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദേശീയപാത. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കണം. ഏറ്റവും ചെറിയ ദേശീയപാത ഏതാണ്? കുണ്ടന്നൂർ വെല്ലിംഗ്ടൺ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ.
അപ്പം അതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത എന്ന് പറയുന്നത് NH44 ആണ്, ശ്രീനഗർ ടു കന്യാകുമാരി. ഓക്കെ, അടുത്ത ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷനിൽ അലുമിനിയം, മഗ്നീഷ്യം, സിലിക്ക, ഇരുമ്പ്, മഗ്നീഷ്യം, സിലിക്ക, അലുമിനിയം, സിലിക്ക എന്നിങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, എന്താണ് ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രസ്റ്റ് ആണ് അല്ലെ. നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പാളിയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഇംഗ്ലീഷിൽ നമ്മൾ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ അല്ലെങ്കിൽ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഒക്കെയാണെന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അലുമിനിയം, സിലിക്ക എന്നിവയാണ്. സിയാൽ എന്ന് ഓർത്തു വെക്കുക. കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാൽ ആണ്. അങ്ങനെയാണെങ്കിൽ സമുദ്ര ഭൂവൽക്കം അല്ലെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റിലെ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തായിരിക്കും? ഓഷ്യാനിക് ക്രസ്റ്റിലെ ഏറ്റവും കൂടുതൽ വരുന്നത് സിലിക്കണും മഗ്നീഷ്യവും ആയിരിക്കും. സിലിക്കണും മഗ്നീഷ്യവും, SiMa അല്ലെങ്കിൽ സിമ എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. മഗ്നീഷ്യത്തിന്റെ ഫോർമുല വരുന്ന Mg ആണെങ്കിലും സിമ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. സിലിക്കണും മഗ്നീഷ്യവും ഓഷ്യാനിക് ക്രസ്റ്റിൽ കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉദാഹരണമല്ലാത്തത്, ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഉദാഹരണമല്ലാത്തത്, ഇങ്ങനെ നെഗറ്റീവ് മീനിങ് ഉള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉത്തരം എഴുതാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം പലപ്പോഴും നമുക്ക് മാർക്കുകൾ നഷ്ടമാവും. ഓരോ പോയിന്റ് മാർക്കിന് പോലും നമുക്ക് റാങ്കുകൾ വളരെ താഴേക്ക് പോകും. അതുകൊണ്ട് ചോദ്യം വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഉത്തരം എഴുതാൻ പോകാവുള്ളൂ. അപ്പൊ ചോദ്യം എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ആദ്യത്തേത് എ മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, ബസാൾട്ട്. ഓപ്ഷൻ ഡിയിലെ എയും സിയും ഉദാഹരണമല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ മണൽക്കല്ല് എന്ന് പറഞ്ഞാൽ സാൻഡ്സ്റ്റോൺ ആണ്. സാൻഡ്സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സെഡിമെന്റുകൾ രൂപപ്പെട്ടുണ്ടാവുന്നതാണ്. അത് അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ ചുണ്ണാമ്പുകല്ലും അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക? സെഡിമെന്ററി റോക്ക്. അവസാദ ശില എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയും കേട്ടോ. സെഡിമെന്ററി റോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ബസാൾട്ട് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ബസാൾട്ട് ആണ്. ഇത് രണ്ടും, ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ്. ബസാൾട്ട് എന്ന് പറയുന്നത് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇഗ്നിയസ് റോക്സ്, ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട് എന്നത്. നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിലൊക്കെ കൂടുതലായിട്ട് കറുത്ത മണ്ണൊക്കെ കാണപ്പെടുന്നുണ്ടല്ലോ, അത് ഇത്തരം ലാവയുടെ ഫോർമേഷൻ വഴിയായിട്ട് രൂപപ്പെടുന്ന മണ്ണുകളാണ്. അപ്പോൾ ഓർത്തിരിക്കാം, ബസാൾട്ട് എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്കിന് ഉദാഹരണം. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം, നമ്മുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം സി ആണ്, ബസാൾട്ട്. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ബസാൾട്ട് ആണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ടത് മനസ്സിലാക്കി വെക്കുക. ഈ ചുണ്ണാമ്പുകല്ലാണ് പിന്നീട് മാർബിൾ ആയിട്ടൊക്കെ മാറുന്നത് കേട്ടോ. അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? അടുത്ത ചോദ്യം ഹിമാലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ട്രാൻസ് ഹിമാലയത്തിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നമുക്ക് കാണാപ്പാടം അറിയായിരിക്കുമല്ലോ, അതങ്ങോട്ട് പറഞ്ഞാൽ മതി. കൂടുതലൊന്നും ഓപ്ഷനിലേക്ക് നിങ്ങൾ നോക്കുപോലും വേണ്ട, ആദ്യം ഓർക്കുക. കാരക്കോറം, ലഡാക്ക്, സാസ്കർ, ഈ 3 റേഞ്ചുകളാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയസിൽ വരുന്നത്. അപ്പം ഈ കാരക്കോറം, ലഡാക്ക്, സാസ്കർ എവിടെയാണ് വരുന്നത്? ലഡാക്ക് സിവാലിക് തെറ്റാണ്. കാരക്കോറം നാഗാ കുന്നുകൾ തെറ്റാണ്. ലഡാക്ക് സാസ്കർ ശരിയാണ്. സാസ്കർ പത്കായ് തെറ്റാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ലഡാക്ക് സാസ്കർ, ഓപ്ഷൻ സി ആണ് അല്ലെ. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതങ്ങളൊക്കെ കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയൻ പ്രദേശങ്ങളിലാണ്. കാരക്കോറം, ലഡാക്ക്, സാസ്കർ എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതൽ ഹൈറ്റ് കൂടിയ പർവ്വതങ്ങളൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ട്രാൻസ് ഹിമാലയാസ് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 2023 ഏത് അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? ഓരോ വർഷത്തിനും UN ഓരോ പ്രത്യേക കാര്യങ്ങൾ വെക്കാറുണ്ട്. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായിരുന്നു എന്നുള്ള ചോദ്യം ഈയിടെയായിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. അപ്പോൾ നമ്മൾ 2024 എന്ത് വർഷമായിട്ടാണ് ആചരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു? ഏത് കാലത്താണ് വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്നത്? അപ്പോൾ ഓർത്തിരിക്കുക, ലൂ എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഇത് ഉഷ്ണകാലത്താണ് വീശുന്നത്. ചൂടുകാലത്താണ് ഇത് വീശുന്നത്.
ഓക്കെ, ഇനി അടുത്ത ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഈ ക്വസ്റ്റിനൊക്കെ ചിലപ്പോൾ ഇതേപടി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം, അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം എന്ന് പറയുന്നത് ഇലപൊഴിയും കാടുകളാണ് കേട്ടോ. ഇലപൊഴിയും കാടുകളാണ് ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സെറ്റ് ഓഫ് ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂ, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഏതാണ് തെറ്റായിട്ടുള്ളത്? ആലോചിച്ച് നോക്കി, ഏതായിരിക്കും? പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ശരിക്കും ഹിമാലയം എന്ന് പറയുന്നത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ഒരു മണ്ണ് കാണപ്പെടുന്ന മേഖലയല്ല, അല്ലെ? പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്, അല്ലെ? റീഗർ മണ്ണാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്ന മണ്ണ്. അപ്പം ആ മണ്ണ് നമ്മുടെ ഹിമാലയൻ പ്രദേശങ്ങളിലൊന്നും അധികമായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണിനമല്ല. അതുകൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മേഖലയല്ല ഹിമാലയം പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഡി തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സിന്ധു, മഹാനദി, നർമ്മദ, പെരിയാർ എന്നീ 4 നദികൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അറബിക്കടൽ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അറേബ്യൻ സീ വരുന്നത്, ഈ ഭാഗത്താണ് നമ്മുടെ ബേ ഓഫ് ബംഗാൾ വരുന്നത്, അല്ലെ? ബംഗാൾ ഉൾക്കടൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് സിന്ധു നദി എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഇനി മഹാനദി എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. നർമ്മദ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. പെരിയാറും എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ സിത്താന എന്ന് പറയുന്ന കോഡ് പഠിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതി ഉത്തരവും അവിടെ തന്നെ കിട്ടും. സിന്ധു, താപ്തി, നർമ്മദ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളാണ് സിന്ധു, താപ്തി, നർമ്മദ. പിന്നെ കേരളത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിലെ 41 നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത്? കേരളത്തിലെ 41 നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. അപ്പൊ പെരിയാറും പടിഞ്ഞാറോട്ട് തന്നെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് അറബിക്കടലിലേക്ക് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ അറബിക്കടലിൽ ചെന്ന് പതിക്കുന്ന നദികളായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 3 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, അറബിക്കടലിലാണ് ചെന്ന് പതിക്കുന്നത്. സിന്ധു, നർമ്മദ, പെരിയാർ. നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ സിന്ധു, നർമ്മദ, പെരിയാർ ഈ 3 നദികളാണ് എവിടെ ചെന്ന് പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്നത്. മഹാനദി ബേ ഓഫ് ബംഗാളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മഹാനദി ഇവിടെ റോങ് ആൻസർ ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1, 3, 4 അല്ലെ? സിന്ധു, നർമ്മദ, പെരിയാർ ഈ 3 നദികളാണ് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരിക്കലും തെറ്റാൻ പാടില്ല. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട 3 നദികൾ സിന്ധു, താപ്തി, നർമ്മദ. ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എത്ര തവണ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികൾ സിന്ധു, താപ്തി, നർമ്മദ. പിന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ അതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷനിൽ ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടകം എന്നീ 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഗോവ, കർണാടകം ഈ 2 സംസ്ഥാനങ്ങളിൽ കൂടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്, ഓപ്ഷനിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച്. ഓക്കെ, അപ്പൊ ആൻസർ വിൽ ബി 2 and 3. ഓക്കെ, ശരിക്കും ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്? GK കാട്ടു എന്ന് പറയുന്ന ആ ഒരു കോഡിലൂടെ നമുക്കിത് പഠിച്ചു വെക്കാനായിട്ട് സാധിക്കും. G ഫോർ ഗുജറാത്ത്, M മഹാരാഷ്ട്ര, പിന്നെ G ഗോവ, പിന്നെ അടുത്തതാണ് കർണാടക, കേരളം, തമിഴ്നാട്. ഇത്ര സംസ്ഥാനങ്ങളിൽ കൂടെയാണ് നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പൊ ഈ കോഡ് ഓർത്തിരിക്കുക, GK കാട്ടു. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ വേറൊരു രാജ്യമായിട്ട് അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്നത്? പശ്ചിമ ബംഗാളാണ് കേട്ടോ. പശ്ചിമ ബംഗാൾ ബംഗ്ലാദേശുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നു. ഓക്കെ, അപ്പൊ ആ കാര്യം ഓർത്തു വെക്കുക. ഇനി അടുത്ത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകളേവ? പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? പുതിയ ഖദറിനെ നമ്മൾ അല്ലെ അങ്ങനെ പഠിക്കായിരുന്നു അല്ലെ? അപ്പൊ പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് പറയുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി അടുത്തത് കറുത്ത മണ്ണിനെ റീഗർ എന്ന് വിളിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇനി അടുത്തത് കറുത്ത മണ്ണിനെ ഈർപ്പം വഹിക്കുന്നതിനുള്ള ആ കഴിവ് കുറവാണ്. തെറ്റാണ്. ഇനി അടുത്ത് എക്കൽ മണ്ണിന് ഫലഭൂയിഷ്ടി കുറവാണ്. ഇതും തെറ്റാണ്. എക്കൽ മണ്ണിന് ഏറ്റവും ഫലഭൂയിഷ്ടി ഉള്ള മണ്ണാണ്. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലുമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 3ഉം 4ഉം തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ,
ഓക്കെ, അടുത്ത ചോദ്യം. മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. മൂന്ന് തലസ്ഥാനങ്ങളുള്ള ഏതിനാണ്? ആന്ധ്രാപ്രദേശിനാണ് കേട്ടോ. ആന്ധ്രാപ്രദേശിനാണ് 3 തലസ്ഥാനങ്ങളുള്ളത്. ആ തലസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? വിശാഖപട്ടണം, അമരാവതി, കർണൂൽ. ഈ 3 തലസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിനുള്ളത്. അതിൽ ഒന്ന് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ, ജുഡീഷ്യൽ ക്യാപിറ്റൽ, അതുപോലെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ. 3 തലസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശിന് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് നോക്കി കണ്ടുപിടിച്ച് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? നമുക്കറിയാം, വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇനി അടുത്ത, പ്രാചീന തമിഴകത്ത് തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ് കേട്ടോ. തീരപ്രദേശമാണ് നെയ്തൽ എന്ന് പറയുന്ന ഭൂവിഭാഗമായിട്ട് പറയപ്പെടുന്നത്. 5 തിണകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. 5 തിണകൾ, ഐന്തിണകൾ. അപ്പൊ ഇതിനെക്കുറിച്ച് എപ്പോഴും ചോദ്യങ്ങൾ വരാറാണ്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. 5 തിണകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ അതിലൊന്നാണ് നെയ്തൽ എന്ന് പറയുന്നത്. നെയ്തൽ എന്തിനെയാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് കൊങ്കൺ റെയിൽവേ. റെയിൽവേകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇതിൽ കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് ഏത് സ്ഥലങ്ങളെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മുംബൈ താനെ, റോഹ്യ മംഗലാപുരം, മുംബൈ തിരുനെൽവേലി, ഷോലാപൂർ ഷിമേഗ എന്നൊക്കെ പറഞ്ഞ് പല ഓപ്ഷൻസ് നമുക്കുണ്ട്. നമുക്കറിയാം ഉത്തരം ഏതാണ്? റോഹ മംഗലാപുരമാണ് കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇനി കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ് എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. കൃത്യമായിട്ട് ഓർത്ത് നോക്കുക, 580 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം, തെക്ക് നിന്ന് വടക്ക് വരെയുള്ള നീളം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 560 കിലോമീറ്റർ ആണ് കേട്ടോ. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. പക്ഷെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വളഞ്ഞല്ല കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കടൽ തീര ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. എന്നാൽ തെക്ക് വടക്ക് നീളം വരുമ്പോഴത്തേക്ക് അതിലും കുറവാണ്, 560 കിലോമീറ്റർ ആയിരിക്കും വരുന്നത്. അപ്പൊ ആ വ്യത്യാസം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഈ 2 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത്, ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം. കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽപാത ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 1861 മാർച്ച് 12-നാണ് കേരളത്തിലെ റെയിൽപാത പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ എന്നാണ്? 1853-ലാണ്. 1853 ഏപ്രിൽ 16-നാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഇന്ത്യയിൽ ഓടുന്നത്. ബോംബെ ടു താനെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ കേരളത്തിലും കൂടെ ഓർത്തിരിക്കുക, 1861 മാർച്ച് 12-നാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത്, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പേരമ്പാടി ചുരമാണ് കേട്ടോ. പേരമ്പാടി ചുരമാണ് കേരളത്തെ കൂർഗുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക, കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം പേരമ്പാടി ചുരം. ഓക്കെ, ഇനി അടുത്ത്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കൃത്യമായിട്ട്. അതിനൊന്നും ഓപ്ഷന്റെ ആവശ്യം പോലും ഇല്ല. 8 ഡിഗ്രി 4 നോർത്ത്, 37 ഡിഗ്രി 6 നോർത്ത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. കാരണം ഈ താഴത്തെ ഓപ്ഷൻ കണ്ടോ, ഓപ്ഷൻ ഡിയിലും ഈ സെയിം സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഏതാണ്? നോർത്ത് ആണ്. 8 ഡിഗ്രി 4 നോർത്ത്, 37 ഡിഗ്രി 6 നോർത്ത് ആണ് നമ്മുടെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തെ കുറിച്ച് എപ്പോഴും ചോദ്യം ചോദിക്കാറുള്ളതാണ്. ഈ ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിന് ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കേട്ടോ. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ്. അപ്പൊ ഈ ചോദ്യം തിരിച്ചും ചോദിക്കാം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തെ സംരക്ഷിക്കുന്ന കാസിരംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം എന്താണ്? ആസാം. അപ്പൊ ഇങ്ങനെ പല രീതിക്കും ഈ ചോദ്യങ്ങൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ വരാം. പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്ത്, ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്, ഫസ്റ്റ് നാഷണൽ പാർക്കാണ്. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹെയ്ലി നാഷണൽ പാർക്ക് എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇതിന്റെ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന പേരിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷനിൽ എക്കൽ മണ്ണുണ്ട്, ചെങ്കൽ മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്, പർവ്വത മണ്ണുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ഫലഭൂയിഷ്ടി കൂടിയ മണ്ണ് ഏതാണെന്ന് നമുക്കറിയാം അല്ലെ. എക്കൽ മണ്ണാണ് ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ടിയൊക്കെ ഉള്ളത്. പക്ഷെ ചോദ്യം എന്താണ്? ജൈവാംശം ഏറ്റവും കൂടുതലുള്ള ഏതാണെന്നാണ് ചോദ്യം. അപ്പം ഏതാണ് കറക്റ്റ് ആയിട്ട് ഉത്തരം? ഇതൊന്നുമല്ല, പർവ്വത മണ്ണ്. പർവ്വത മണ്ണിലാണ് ജൈവാംശം ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പൊ ആ കാര്യം ഓർത്തിരിക്കുക. ജൈവാംശം ഈ എന്താണ്, ജൈവാവശിഷ്ടങ്ങൾ, ജീവികൾ
ചത്തടിഞ്ഞതിന്റെ വേസ്റ്റുകളാവും, അതുപോലെ ഇല കൊഴിഞ്ഞിട്ടുണ്ടാകുന്ന ഇത് എല്ലാം കൂടി ഏറ്റവും കൂടുതൽ ജൈവാംശം വരുന്ന മണ്ണിനം എന്ന് പറയുന്നത് പർവ്വത മണ്ണാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഏറ്റവും കൂടുതൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം എന്ന് പറയുന്നത് പർവ്വത മണ്ണാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലിയാർ, ചാലക്കുടി പുഴ, മുതിരപ്പുഴ, പമ്പ. ഏതാണ്? മുതിരപ്പുഴയിലാണ് കേട്ടോ. മുതിരപ്പുഴയിലാണ് നമ്മുടെ പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം, കൊല്ലം. തിരുമംഗലം, കൊല്ലം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, തിരുമംഗലം, കൊല്ലം ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ദേശീയപാത 744. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര എന്ന് പറയുന്നത് എന്താണ്? പശ്ചിമഘട്ടം, സത്പുര മലനിരകൾ, മഹാദേവ കുന്നുകൾ, പൂർവ്വഘട്ടം. ഇത്ര ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. പൂർവ്വഘട്ടമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എവിടെയാണ്? ഇതാണ് നമ്മുടെ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റ്യൂ വരുന്നത്. ഡെക്കാൻ പ്ലേറ്റ്യൂടെ ഈസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഭാഗമല്ല. ഈ ഭാഗത്ത് എന്താണ് വരുന്നത്? പൂർവ്വഘട്ടം. ഈസ്റ്റേൺ ഗട്ട്സ് ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഈ ഭാഗത്താണെങ്കിലോ പശ്ചിമഘട്ടം. വെസ്റ്റേൺ ഗട്ട്സ് ഈ ഭാഗത്തായിട്ട് വരുന്നു. അപ്പം കൃത്യമായിട്ട് ഓർക്കുക, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പൂർവ്വഘട്ടം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പലതവണ ജിയോഗ്രഫി സെക്ഷനിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇതുപോലെ ഇനിയും വളരെയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മാക്സിമം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നു അതെല്ലാം മാക്സിമം വർക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി കഴിഞ്ഞാലാണ് നമുക്ക് കൃത്യമായിട്ട് ഏത് രീതിയിലേക്കായിരിക്കും നമ്മുടെ ചോദ്യങ്ങൾ വരിക എന്നൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമ്മളും പരമാവധി ക്ലാസ്സുകളിൽ ഓരോ സെക്ഷൻ കഴിയുന്നതിന് ശേഷം ഇത്തരം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഓരോ സെക്ഷനുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് നിങ്ങളും ഇടുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.